ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ ഇതുപോലെ തന്നെ സബ്ജക്റ്റ് ഓരോ ടോപ്പിക്കിൽ നിന്നെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 2019 മുതൽ ചോദിച്ചിട്ടുള്ള 2026 വരെ ചോദിച്ചിട്ടുള്ള ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ PVQ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി വരുന്നുണ്ട്, ആമുഖം വരുന്നുണ്ട്. ഈ രണ്ട് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2019 മുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ SCERT ക്ലാസ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഇപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് യൂറോപ്യന്മാരുടെ വരവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് PVQ ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് PVQ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കേണ്ടതായിട്ട് വരും. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകണം. സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ശേഷം ഇതിനിടയ്ക്കായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുഴുവൻ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരിക്കില്ല, ടോപ്പിക് വൈസ് അല്ലാതെ തന്നെ ആ ഒരു സബ്ജക്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇതിനിടയ്ക്ക് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് ഈ ടോപ്പിക് ഇപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചതിന് ശേഷം ഞാൻ ടോട്ടലി ആയിട്ട് റിവൈസ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ PVQ സെക്ഷൻ തരാം. അതല്ലാതെ തന്നെ നമുക്ക് ഈ പഠിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവിഷൻ ചെയ്യണം. അതായത് എല്ലാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ എടുക്കാം, മോഡൽ പേപ്പർ എടുക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം PSC തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെ നമുക്ക് മോഡൽ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയൊക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മൗലിക അവകാശങ്ങളാണ്. ഈ പൗരത്വം നമ്മൾ എടുത്തിട്ടില്ല, ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും. ആ പൗരത്വം നമുക്ക് എടുക്കാം അടുത്ത ക്ലാസ്സിൽ. എന്തായാലും മൗലിക അവകാശങ്ങളാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. പൗരത്വം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC അങ്ങനെ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. മൗലിക അവകാശങ്ങൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പുകൾ ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഗ്രി പ്രിലിംസ് ഈ അടുത്ത് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? എത്രയാണ്? എത്ര മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അല്ലേ? 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു? എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. 7ാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ് അല്ലേ? അപ്പോൾ ഈ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് മൗലിക അവകാശങ്ങളിലായിരുന്നു. ഏതുവരെ? 1978 44ാം ഭേദഗതിയിലൂടെയാണ് അത് മാറ്റുന്നത്. അതായത് മൗലിക അവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 1978 ചോദിക്കാറുണ്ടല്ലേ എപ്പോഴും ക്വസ്റ്റ്യൻ. 1978 44ാം ഭേദഗതി പ്രകാരം ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി അല്ലേ? സ്വത്തവകാശം എവിടെ നിന്ന് മാറ്റി? മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി. എന്താക്കി മാറ്റി? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് എന്താക്കി മാറ്റി? നിയമ അവകാശമാക്കി മാറ്റി അല്ലേ? ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 12 300A നിയമ അവകാശമാക്കി മാറ്റിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം
7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളുള്ളൂ. ഒരു മൗലിക അവകാശം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വത്തവകാശമായിരുന്നു അല്ലേ? ഈ സ്വത്തവകാശ മൗലിക അവകാശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ അവകാശം ഉള്ളത്? നിയമപരമായ അവകാശമാണ്. നിയമപരമായ അവകാശം ഏത് പാർട്ടിലാണ്? പാർട്ട് 12 300A 300A വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു? 6 മൗലിക അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഏത് പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്? ഏത് പാർട്ടിലാണ്? പാർട്ട് 3 അല്ലേ? പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിലാണ് പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, എത്രയാണ് ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ എത്രയാണ്? എത്രയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ വകുപ്പ് 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇത് ന്യായവാദത്തിന് അർഹമാണോ? നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടത്? ന്യായവാദത്തിന് അർഹമാണ്, നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 6 അല്ലേ? 6. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഈ മൗലിക അവകാശങ്ങളിൽ ഒന്നാമത്തേത് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമത് പഠിച്ചു വെച്ചിരിക്കാം, ആദ്യം വരുന്നത് സമത്വമാണ് കേട്ടോ. സമത്വം ആർട്ടിക്കിൾ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് സമത്വമാണ്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്താണെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ ചൂഷണത്തിനെതിരായ അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഇത്രയും മൗലിക അവകാശങ്ങളാണ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെക്കുമ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം നമ്മൾ പറഞ്ഞു പോകാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പറയുന്നില്ല. അപ്പോൾ മൗലിക അവകാശങ്ങൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 6 ഉണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? സമത്വം, സ്വാതന്ത്ര്യം, അതുപോലെ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ 2 എണ്ണം പഠിച്ചാലോ? ആദ്യം വരുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ എത്രയാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഇതിലാണ് എത്രാമത്തെ ആർട്ടിക്കിളിലാണ് വരുന്നത്? ഏതായിരിക്കും? 19 വരാം. 19 മുതൽ 22 വരെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്നത് 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? എത്ര അവകാശങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഓക്കെ എ കേട്ടോ. എ എന്ന് പറയാം. നമുക്ക് എ ആണെന്നുണ്ടെങ്കിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് ഇവിടെ എഴുതാം കേട്ടോ. എ എന്ന് വെച്ചാൽ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. എ എന്ന് വെച്ചാൽ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അഭിപ്രായം ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ എ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബി ആണ് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. ബി ഓക്കെ 19B. ഓക്കെ 19Bയിൽ എന്താ പറയുന്നത്? സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇനി 19C സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിലാണ് 19C. ഇനി 19D ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഡ്രൈവ് ചെയ്യാനുള്ള, അതായത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഡ്രൈവ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഡി ഡ്രൈവ്. ഓക്കെ, സഞ്ചരിക്കുക അല്ലേ? സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. സഞ്ചരിക്കാനുള്ള
സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതിൽ 19D. 19D. ഇനി 19E ഉണ്ട്. 19E എന്ന് വെച്ചാൽ എന്താണ്? E എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കാന്ന് വെച്ചാൽ എവിടെ ഇരിക്കുക? നമ്മൾ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ E എന്ന് വെച്ചാൽ എന്താണ്? താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഇതിലാണ് 19E. ഇനി 19F ഇല്ല. Fൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഏതായിരിക്കും 19Fൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ഇനി നമുക്ക് ബോധേടാവേണ്ട കാര്യമില്ല. നമുക്ക് G ആണ് നോക്കേണ്ടത് കേട്ടോ. G എന്ന് വെച്ചാൽ എന്താണ്? മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് G എന്ന് വെച്ചാൽ എന്താണ്? G എന്ന് വെച്ചാൽ എന്താണ്? മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞൊന്ന് ക്ലിയർ ആയല്ലോ. എത്രയുണ്ട്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 19A എന്താ പറയുന്നത്? അഭിപ്രായം അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം. അതായത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയുന്നത് ഇപ്പം പത്ര സ്വാതന്ത്ര്യം വരാം. ഓക്കെ, അഭിപ്രായം പറയാണല്ലോ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആശയ പ്രകടനം വരാം, സംസാരം വരാം. ആശയ പ്രകടനം ഒക്കെ വരുന്ന ഇതിൽ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ആശയ പ്രകടനം, സംസാരം, മാധ്യമ പത്ര സ്വാതന്ത്ര്യം, കാഴ്ചപ്പാട്, വാണിജ്യ പരസ്യങ്ങൾ, അതുപോലെ തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഇതിലാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു ബിയിൽ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. സി ആണെങ്കിൽ എന്താണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഡി എന്ന് വെച്ചാൽ എന്താണ്? സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ? ഡ്രൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? ഇനി ഇ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിൽ എവിടെയും ഇരിക്കുക അല്ലേ? താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ജി എന്ന് വെച്ചാൽ എന്താണ്? മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇത്രയും ക്ലിയർ ആയാലോ? ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ഞാൻ പോവാണ്. 19C എന്ന് പറയുമ്പോൾ പറഞ്ഞു സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു അല്ലേ? ഈ സംഘടനകൾ തന്നെയാണ്, ആ ഒരു ഭാഗത്ത് തന്നെയാണ് സഹകരണ സംഘങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോ. സഹകരണ സംഘങ്ങളെ കുറിച്ച് പറയുന്ന ഈ 19C ആണെന്നുകൂടി നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭേദഗതിയൊക്കെ വരില്ലേ, ആ ഒരു സമയത്ത് നമുക്കിതൊരു ആവശ്യം വരും. അപ്പോൾ സഹകരണ സംഘത്തെക്കുറിച്ച് പറയുന്ന ഇതിലാണ് 19C അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആർട്ടിക്കിൾ 19 അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 6 അല്ലേ? 6 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ജോലി ചെയ്യാനുള്ള അവകാശം വരുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ. അപ്പോൾ അതിൽ ജോലി ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം. ഇവിടെ നോക്കി ചൂഷണത്തിനെതിരായ അവകാശം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് ഉണ്ടല്ലേ ഇപ്പോൾ ബാലവേല നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളൊക്കെ നമുക്കറിയാം. സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പറയുന്നില്ല അല്ലേ? ഇനി സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങളിലില്ല. അപ്പോൾ ഇത് മൂന്നും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ഒന്നും എല്ലാം എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 14 മുതൽ 18 വരെയാണ് ഇതിനെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ? 19 മുതൽ 22 വരെ എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇനി 23ഉം 24ആണ് ചൂഷണത്തിനെതിരായ അവകാശം വരുന്നത്. അപ്പോൾ 23ഉം 24ആണ് ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 23ഉം 24ആണ് ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 23 ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 23 നിർബന്ധിത ജോലി തടയുക, അതായത് അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിലും അതാണ് 23 തന്നെയാണ്. അപ്പോൾ നിർബന്ധിത ജോലി തടയുക, ദേവദാസി സമ്പ്രദായം മുതൽക്കൽ, മനുഷ്യക്കടത്ത് നിരോധിക്കലൊക്കെ വരുന്നത് 23ലാണ്. 24ആണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 3 ക്ലിയർ ആയല്ലോ. ഇനി 25ഉം 28ഉം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. 25 മുതൽ 28 വരെയാണ്. ഇനി 29ഉം 30ഉം 29ഉം ന്യൂനപക്ഷ താല്പര്യങ്ങൾ, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് 29, 30ആണ്. ഇനി 32 ആണെന്നുണ്ടെങ്കിലോ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയണം.
പറയണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 14 മുതൽ 18 വരെ ഇതാണ് പറഞ്ഞത്. 14 മുതൽ 18 വരെ വരുന്നത് ഇതാണ് സമത്വമാണ് അല്ലേ. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇനി 19 മുതൽ 22 വരെ എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. 23 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നിർബന്ധിത ജോലി അല്ലേ. നിർബന്ധിത ജോലിയെക്കുറിച്ച് പറയുന്നു. 24 ആണെങ്കിൽ എന്തായിരുന്നു? ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ഇനി 25 മുതൽ 28 വരെയാണ് മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നമ്മൾ ഈ പറഞ്ഞതിലൊന്നും ഇത് വരുന്നില്ല അല്ലേ. ചൂഷണത്തിനെതിരായ അവകാശം വരുന്നുണ്ട്, പക്ഷെ എന്താണ്? സാമ്പത്തിക ചൂഷണമല്ല അവിടെ. അത് കാരണമാണ് അതും തെറ്റായിട്ട് വന്നത്. അതുപോലെ തന്നെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? നീതിക്കുള്ള അവകാശത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അറ്റൻഡറിന് ഏതാണ്? വുമൺ സിവിൽ എക്സൈസ് എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് കുറേയൊക്കെ റെഡി ആയെന്ന് തോന്നും, പക്ഷെ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കി നോക്കിയാൽ വ്യക്തിത്വ വികസനത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ, പിന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. അതല്ലേ ശരിയായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ, അത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ഈ പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 21 കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് വെച്ചാൽ എവിടെയാണ് വരുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ പറഞ്ഞത് ഏതാണ്? 19 മുതൽ 22 വരെയാണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ 19 കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. 19 വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. ബി ആണെങ്കിൽ എന്താണ്? സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. സി ആണെങ്കിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. ഇതിൽ നമ്മൾ 19 പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആർട്ടിക്കിൾ 20ഉം 21ഉം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 19 ആണെന്നുണ്ടെങ്കിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള, അതായത് നമുക്ക് ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്ര മുതലാണ്? 19 മുതൽ 22 വരെയാണ്. ഇതിൽ 19 നമ്മൾ എന്താന്ന് പറഞ്ഞു? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഇനി 20 എത്രയാണ്? 20 എന്ന് വെച്ചാൽ എന്താണ്? 20 എന്താ പറയുന്നത്? കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണം, അതായത് ഒരാൾ ഒന്നിലധികം കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല അല്ലേ. കുറ്റം ചെയ്ത ആ സമയത്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ് ഒരു കുറ്റത്തിന് വേണ്ടി ഒന്നിലധികം ശിക്ഷിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 20ലാണ്. അപ്പോൾ 20 കൂടുതൽ പറയുന്നതാണ് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത് ആർട്ടിക്കിൾ 20. ഇനി 21 ആണെന്നുണ്ടെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. അതിലെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21ലാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, ആർട്ടിക്കിൾ 21 തന്നെയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തേടാനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏതിൽ തന്നെയാണ്? ആർട്ടിക്കിൾ 21 തന്നെയാണ്. നോക്കി. അപ്പോൾ സ്വകാര്യതയ്ക്കുള്ള അവകാശമല്ലേ ആർട്ടിക്കിൾ 21 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ശരിയാണല്ലോ. ശരിയാണ്, സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21ലാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവനോപാധി
ജീവനോപാധികൾ തേടാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു അല്ലേ. ജീവനോപാധികൾ, അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമുക്ക് എന്ന് പറയാം ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ഭാഗമാണ് എന്ന് പറയാം അല്ലേ. അപ്പം അതും ശരിയാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജീവനോപാധികൾ തേടാനുള്ള അവകാശം വരാം, സ്വകാര്യതയ്ക്കുള്ള അവകാശം വരും, പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഒക്കെ എന്താണ് ആർട്ടിക്കിൾ 21 ക്ലിയർ ആയല്ലോ. ആർട്ടിക്കിൾ 21 ഇത് ആർട്ടിക്കിൾ 359 അനുസരിച്ച്, അതായത് നമ്മൾ അടിയന്തരാവസ്ഥ സമയത്തൊന്നും ക്യാൻസൽ ചെയ്യപ്പെടാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21 എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് 22 നോക്കിയാലോ. 21A ഉണ്ട് ഇതിനിടയിൽ, അതെപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 21A എന്ന് വെച്ചാൽ എന്താണ്? 21Aയിലാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21A. ഇനി ഓക്കെ, അപ്പം അത് ഏത് നിയമം, ഏത് ഭേദഗതി പ്രകാരമാണ് വന്നത് ചോദിക്കാറുണ്ടല്ലോ. ഏതാണ്? 2002 86 ഭേദഗതി പ്രകാരമാണ് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ 22 ഏതാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 19 മുതൽ 22 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 22 പറയുന്നത് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റ്, ഓക്കെ, അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ ഹാജരാക്കണം. ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ച വ്യക്തി ആരായിരുന്നു? AKG ആണ്. AKG ആണ് ആദ്യമായിട്ട് കരുതൽ തടങ്കലിൽ പാർപ്പിച്ച വ്യക്തി. ആരാണ്? AKG ആണ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ 19 ആണെന്നുണ്ടെങ്കിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. 19 പറഞ്ഞു അല്ലേ. 20 എന്ന് വെച്ചാൽ എന്താ പറഞ്ഞു? ശിക്ഷയെ സംബന്ധിച്ച്, കുറ്റവാളിക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണമാണെന്ന് പറഞ്ഞു. 21 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 21 ആണെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 21 21A ആണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന കുട്ടികളുടെ അല്ലേ 21A. ഇനി എന്താ 22 ആണെങ്കിൽ നിയമവിധേയമല്ലാതെ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ അല്ലേ, നമ്മൾ മൗലിക അവകാശങ്ങളിൽ 19 മുതൽ 22 വരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പഠിച്ചത് അല്ലേ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആർട്ടിക്കിൾസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ, കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്? കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണം പറയുന്നുണ്ട് ആർട്ടിക്കിൾ എത്രയാണ്? 20 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ എന്ന് പറയുന്നത് ഇതിലാണ്, ആർട്ടിക്കിൾ 20. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രമേ ശിക്ഷ ലഭിക്കുന്നുള്ളൂ. പിന്നെന്താണ്? കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നും പറയുന്നത് ആർട്ടിക്കിൾ 20. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാൻ, സമ്മേളിക്കാൻ, താമസിക്കാൻ, സഞ്ചരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തെ, ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതിലാണ്, ആർട്ടിക്കിൾ 19. ഇനി ആർട്ടിക്കിൾ 21 അനുച്ഛേദം 21 പറയുന്നത് ഏതാണ്? അനുച്ഛേദം 21 ഏതായിരുന്നു? അനുച്ഛേദം 21 പറയുന്നത് എന്തായിരുന്നു? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം 21. ഇനി 21A ആണെങ്കിലോ? 21A ആണെന്നുണ്ടെങ്കിൽ എന്താണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലേ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21A. ഇനി ആർട്ടിക്കിൾ 22 എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഇതിനാണ്, ആർട്ടിക്കിൾ 22. അപ്പോൾ ഈ ആർട്ടിക്കിൾ ക്ലിയർ ആയല്ലോ. 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. കൂടുതലും റിപ്പീറ്റ്
റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കുന്നതും ഈ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വത്തവകാശത്തെ കുറിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്വത്തവകാശത്തെ കുറിച്ചിട്ട് ഈ ഒരു മൗലിക അവകാശങ്ങളിൽ നമ്മൾ പറഞ്ഞ കാരണം ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നതാണ്. നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. ശരിയാണോ? ശരിയാണല്ലേ. നമ്മൾ പറഞ്ഞു 1978 44-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശം മാറ്റിയിട്ട് എന്താക്കി മാറ്റിയത്? നിയമ അവകാശമാക്കി മാറ്റിയത്. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. അതും ശരിയാണ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, പാർട്ട് 12 300A എന്ത് വരുന്നത്? നിയമാവകാശമായിട്ട് വരുന്നത് ഈ സ്വത്തവകാശം. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ നിയമനിർമ്മാണ നടപടികളിൽ നിന്നും സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. അതും ശരിയാണ്. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം നൽകണം. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. 1978 44-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ നിന്നും സ്വത്തവകാശം എടുത്ത് മാറ്റിയത്. പാർട്ട് 12 300A നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റിയത്. എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്നും സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും നിയമനിർമ്മാണ നടപടികളിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് 18 പറയുന്നു. അത് ശരിയാണോ? ശരിയാണ്. ആർട്ടിക്കിൾ 18 എന്തെന്ന് പറയുന്നത്? തലക്കെട്ടുകൾ ഒഴിവാക്കുക. അതായത് അക്കാദമിക് ബഹുമതികൾ ഒഴികെയുള്ള, അപ്പം നമുക്ക് അക്കാദമിക് ആയിട്ടുള്ള ഇതുണ്ടായിരിക്കുമല്ലോ, സ്ഥാനപ്പേരുണ്ടായിരിക്കുമല്ലോ, അക്കാദമിക് ബഹുമതികൾ ഒഴികെയുള്ള നിർത്തലാക്കുന്നതിനെ കുറിച്ചിട്ട്, തലക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 18 അക്കാദമിക് വിദ്യാഭ്യാസ ബഹുമതികൾ ഒഴികെയുള്ള മറ്റ് ബഹുമതികൾ നിർത്തലാക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 ഇപ്പോൾ വിദേശത്ത് നിന്ന് നേടുന്ന ബഹുമതി ഇന്ത്യൻ പൗരൻ്റെ പേരിൽ ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാനം വഹിക്കുന്ന വിദേശിയാണെന്നുണ്ടെങ്കിലോ അവർക്കും ഇതുപോലെ തന്നെ ബഹുമതികളൊന്നും, അതായത് ഇവരുടെ പേരിൻ്റെ മുമ്പിലൊന്നും ചേർക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 18 അതായത് തലക്കെട്ടുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബഹുമതികളെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 18 അപ്പോൾ അത് ശരിയാണല്ലോ. ഇനി പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. ആർട്ടിക്കിൾ 44 എന്ന് പറയണം. ആർട്ടിക്കിൾ 44 അല്ലേ നിയമ സംഹിതയെ കുറിച്ച് പറയുന്നത്? അല്ലെ, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഇതിലാണ്. വകുപ്പ് 44 അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നത് വകുപ്പ് 17 പറയുന്നു. വകുപ്പ് 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത്. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ഇതാണ് ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പാസ്സാക്കിയ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കുക. അപ്പോൾ അത് ശരിയാണ്. ഇനി മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെ നിരോധനം വകുപ്പ് 23. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 23 മനുഷ്യ കച്ചവടത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിർബന്ധിത ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ ഏതായിരുന്നു? 23 പറഞ്ഞു. അപ്പോൾ അതും ശരിയാണ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ് അല്ലേ. എല്ലാ ആർട്ടിക്കിളും ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയാണ്. പക്ഷേ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയേ 17, 18, 23, 44 ആർട്ടിക്കിൾ തന്നിരിക്കുന്നത്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് എത്ര മുതൽ എത്ര വരെയാണെന്ന് പറഞ്ഞു? 12 മുതൽ 35 വരെയാണ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 44 എന്നിട്ടുണ്ട് വകുപ്പ് 44, അതായത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഏത് പാർട്ടിലാണ് വരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. അതായത് പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് എന്ത് വരുന്നത്? ഏകീകൃത സിവിൽ കോഡ് അല്ലേ. സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലേ. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ വരുന്നില്ല അല്ലേ, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വകുപ്പുകളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മൗലിക അവകാശങ്ങളിൽ വരുന്നതല്ല. അതിനാലാണ് അവിടെ നമുക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത പ്രസ്താവന കൂട്ടത്തിൽ പെടാത്ത ചോദിച്ചപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അത് ശരിയാണോ? അല്ല. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലേ? അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായി അല്ലേ? ഇനി 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിയാണ്. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്? 6 മൗലികാവകാശങ്ങളാണ് നിലവിൽ ഉറപ്പു നൽകുന്നത് അല്ലേ? ആദ്യം 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയപ്പോൾ 6 മൗലിക അവകാശം മാത്രമായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബിയിലെ 2 മാത്രമാണ് അവിടെ ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിട്ടുന്നില്ലേ? പറഞ്ഞ എന്തൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏത് ഇതിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 23, 24 എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 29, 30 എന്ത് വരുന്നത്? ന്യൂനപക്ഷ താല്പര്യങ്ങൾ അല്ലേ? 29, 30 എന്ത് വരുന്നത്? വിദ്യാഭ്യാസം അല്ലേ? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലാണ് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതാണ് ആർട്ടിക്കിൾ തന്നിരിക്കുന്നതിൽ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏതാണ്? ഡി അല്ലേ വരാം? വകുപ്പത്തിലാണ് 30 വരുന്നത് അല്ലേ? ആർട്ടിക്കിൾ 30 വരുന്നത്. ഇനി മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം എത്ര മുതലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25 മുതൽ 28 വരെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? വകുപ്പ് 26. ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വകുപ്പ് 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏതാണ്? വകുപ്പ് 22 അല്ലേ? അറസ്റ്റും തടങ്കലിനും എതിരായ സംരക്ഷണം വകുപ്പ് 22. അപ്പോൾ ആൻസർ ഏതാ വരാ? 1 ഡി അല്ലേ? 1 ഡി വരും. 2 ആണെന്നുണ്ടെങ്കിലോ 2 സി വരും അല്ലേ? അപ്പോൾ ഏതാ വരാ? 1 ഡി, 2 സി, പിന്നെ 3 എ ഇതല്ലേ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി അല്ലേ വരുന്നത്? 1 ഡി, 2 സി, 3 എ, 4 ബി. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ നമുക്ക് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 25 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയണേന്ന് പറഞ്ഞു അല്ലേ? 25 ഈ മതസ്വാതന്ത്ര്യം, അതായത് നമുക്ക് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം എന്നൊക്കെ പറയുന്നതാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത്. 26 ഇവർക്ക് മതപരമായ കാര്യങ്ങൾ നടത്തിപ്പോൾ, അതായത് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനൊക്കെ 26 പറയുന്നുണ്ട്. 27 നികുതിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേക മതത്തിലുള്ള നികുതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല എന്നും പറയുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല, പഠിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. 25 നമുക്ക് ഈ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. 26 എന്താണ്? ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാമെന്ന് പറയുന്നു. 27 നികുതിയെ കുറിച്ചിട്ട് പ്രത്യേക മതത്തിൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കരുത് എന്ന് പറയുന്നു. 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലാണ് പാടില്ലാത്തത്. ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ സ്കൂളുകളിൽ ഉണ്ടാവില്ല, അതുപോലെ മുസ്ലിംസിൻ്റെ സ്കൂളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിങ്ങനെ അങ്ങനെ ഇപ്പോൾ എയ്ഡഡ് ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ തന്നെ മതബോധനം നൽകുന്നവർ കുഴപ്പമില്ല. പക്ഷേ സർക്കാർ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നും എടുത്ത് പറയുന്നുണ്ട്.
ഓക്കെ, ഇനി എന്താ, അപ്പോൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു. ഇനി നമ്മൾ ആർട്ടിക്കിൾ 29 നോക്കാം. ആർട്ടിക്കിൾ 29 30 എന്താണ്, സംസ്കാരവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. 29 ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നു. 30 ആണെന്നുണ്ടെങ്കിലോ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 30. അപ്പോൾ 29 30 ക്ലിയർ ആയല്ലോ. ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ആർട്ടിക്കിൾ 29. 30 ആണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഇനി 32 ആണെങ്കിൽ എന്താണ്, 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. അതായത് മൗലികമായിട്ടുള്ള അവകാശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, ആർട്ടിക്കിൾ 32. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 32 എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 23 24 നോക്കാം. 23 24 23 ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 23 ആണെങ്കിൽ എന്തായിരുന്നു, അടിമത്തം നിരോധിക്കുക, അതായത് നിർബന്ധിത ജോലി തടയുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 23. 24 ആണെങ്കിൽ ബാലവേല വിരുദ്ധ ദിനമാണ്. 24 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ബിരുദ ദിനം ചോദിക്കുകയാണെങ്കിൽ ജൂൺ 12 ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 24. ഓക്കെ, എത്ര വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് ബാലൻ എന്ന് വിളിക്കുന്നത്? 14 വയസ്സിലെ 14 വയസ്സിന് താഴെയുള്ളവരെയാണ് ബാലൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ 23 24 ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ 19 മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 19 20 21 അല്ലേ, 19 മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സമത്വത്തിനുള്ള അവകാശമാണ്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സമത്വത്തിനുള്ള അവകാശം നോക്കാം. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നത്, നിയമത്തിന് മുന്നിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത്. നിയമത്തിന് മുമ്പിലുള്ള സമത്വം, തുല്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആർട്ടിക്കിൾ 15 ആണെങ്കിൽ ജാതി 15 ജാതിയുടെ പേരിലുള്ള വിവേചനം പാടില്ലെന്ന് പറയുന്നത് 15. ഇനി 15(3) തന്നെ സ്ത്രീകൾക്കും അത് കുട്ടികൾക്കും പ്രത്യേക പരിഗണനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി 16 ആണെങ്കിൽ അവസര സമത്വം. 16 എന്താണ്, അവസര സമത്വം അല്ലേ, 16 അവസര സമത്വം, അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ഇനി 17 ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, 17 എന്ന് വെച്ചാൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അയിത്ത നിർമ്മാർജ്ജനം അല്ലേ. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 17. 18 പറഞ്ഞു. 18 എന്താ പറഞ്ഞത്, അക്കാദമിക് ബഹുമതികൾ ഒഴികെയുള്ള മറ്റു ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ആർട്ടിക്കിൾ 18. അപ്പം 14 മുതൽ 18 വരെയാണ്. 14 മുതൽ 18 വരെയാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, സമത്വത്തെക്കുറിച്ച് പറയുന്നത്, സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലുള്ള സമത്വം. 15 ജാതി അല്ലെ, ജാതി വർണ്ണലിംഗ വ്യത്യാസമില്ലാതെയുള്ള സമത്വം. 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന. 16 അവസര സമത്വം. 17 അയിത്ത നിർമ്മാർജ്ജനം. 18 അക്കാദമിക് വിദ്യാഭ്യാസ ബഹുമതികൾ ഒഴികെ മറ്റു ബഹുമതികൾ നിർത്തലാക്കുക. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നോക്കി ഇവിടെ നമുക്ക് വീണ്ടും സ്വത്തവകാശത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും നൽകിയെടുക്കുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ശരിയാണല്ലോ. 1978 വരെ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നു. 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയത് അല്ലേ. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. എത്രയാണ്? 300A ആണ് അല്ലേ, 300A. ഇനി എന്താണ്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? മൊറാർജി ദേശായിയും നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആ സമയത്ത് വരുന്നത്. ആരൊക്കെയാണ്? മൊറാർജി ദേശായിയും നീലം സഞ്ജീവ് റെഡ്ഡിയാണ് വരുന്നത്. അപ്പം പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മൊറാർജി ദേശായി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്?
ആർട്ടിക്കിൾ 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 32 ആണെന്നുണ്ടെങ്കിൽ ആരാണ്? സുപ്രീം കോടതിയാണ്. 32 ആണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി ആണെങ്കിൽ 226 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എടുത്ത് പറയുന്നുണ്ട് അനുച്ഛേദം 226 ആണെന്ന്. അപ്പോൾ ഏതാ ആൻസർ വരാം? ഹൈക്കോടതിയാണ് വരാം അല്ലേ. ജസ്റ്റ് നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് ഏത് കോടതിയാണ് സമീപിക്കുന്നത്, ജസ്റ്റ് ഈ ആർട്ടിക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയാം. പക്ഷെ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ഹൈക്കോടതിയാണ് വരുന്നത്. ആർട്ടിക്കിൾ 226 ഇതാ വരുന്നത്, ഹൈക്കോടതിയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 27-ാം വകുപ്പ്. 27-ാം വകുപ്പ് ഏതാ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. 25 മുതൽ 28 വരെ ഇതാണ് പറയുന്നത്, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിൽ 25 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം എന്നൊക്കെ പറയുന്നതാണ് 25. 26 ആണെങ്കിലോ, 26 ആണെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 26-ൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലോചിച്ച് നോക്കി. 26 ആണെങ്കിൽ അവർക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞു അല്ലേ. 27 എന്താ പറയുന്നത്? നികുതിയിൽ നിന്നും ഒഴിവാക്കുക അല്ലേ. അപ്പോൾ നോക്കിയോ, ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കിയേ. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ് ഭരണഘടനയുടെ 27 വകുപ്പാണ്. ഇനി ഭരണഘടനയുടെ 18-ാം വകുപ്പ് എന്താണ്? 18-ാം വകുപ്പിൽ പറയുന്നത് എന്താണ്? ബഹുമതികൾ നിർത്തലാക്കുക എന്നല്ലേ. അക്കാദമിക് ബഹുമതികൾ ഒഴികെ മറ്റ് ബഹുമതികളൊക്കെ നിർത്തലാക്കുക, അതായത് സ്ഥാനപ്പേരുകളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ്. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 18. ഇനി ഭരണഘടനയുടെ 13-ാം വകുപ്പിൽ എന്താ പറയുന്നത്? 13-ാം വകുപ്പിൽ കോടതിയുടെ പുനരവലോകനാധികാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. 13-ാം വകുപ്പിൽ കോടതിയുടെ പുനരവലോകനാധികാരത്തെക്കുറിച്ച് പറയുന്നു. ഇനി ഭരണഘടനയുടെ 226-ാം വകുപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. 226-ാം വകുപ്പാണെങ്കിൽ എന്താണ്? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരാം അല്ലേ. 27-ാം വകുപ്പാണെങ്കിൽ നികുതിയിൽ നിന്നും മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കാം. അതുപോലെ തന്നെ 18-ാം വകുപ്പിൽ സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ്. 13-ാം വകുപ്പിൽ കോടതിയുടെ പുനരവലോകനാധികാരത്തെക്കുറിച്ച് പറയുന്നു. ഭരണഘടനയുടെ 226-ാം വകുപ്പാണെങ്കിലോ ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1955-ലാണ് അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, സ്വത്തവകാശത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വീണ്ടും കാണാണ്. 40 ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. ശരിയാണോ? തെറ്റാണ് അല്ലേ. എത്രാമത്തെ ഭേദഗതിയായിരുന്നു? 1978-ലെ 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. അതും തെറ്റാണ് അല്ലേ. 300A അല്ലേ വരുന്നത്. ഇനി 1973-ലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അവകാശത്തെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? 32 അല്ലേ. 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഏതാണ് ആർട്ടിക്കിൾ 21-ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അല്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വയസ്സൊക്കെ തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്? അപ്പോൾ കടമെടുത്ത ആശയങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? അമേരിക്കയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മൗലിക അവകാശമാണെങ്കിൽ അമേരിക്കയാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളാണെന്നുണ്ടെങ്കിലോ? നിർദ്ദേശക തത്വങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതാണ്? അയർലാൻഡ് ആണ്, അല്ലെങ്കിൽ ഐറിഷ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഏത് റിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഉത്തരവിനെയാണെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? മാൻഡമസ്. മാൻഡമസ് എന്ന് വെച്ചാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് മീനിങ് വരുന്നത് അല്ലേ. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് മീൻ. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ പൊതുമേഖലാ സ്ഥാപനത്തിനോടോ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡാമസ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിനോടോ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡാമസ്. ഇനി എന്താണ് സെർഷ്യോറി എന്ന് പറയുന്നത്? സെർഷ്യോറി എന്ന് വെച്ചാൽ എന്താണ്? കീഴ്ക്കോടതിയിൽ നിന്നും ഫയലുകൾ പുനഃപരിശോധനയ്ക്കായി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിൽ നിന്നും ഫയലുകൾ പുനഃപരിശോധനയ്ക്കായി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറി. ഇനി കോവേറൻറ്റോ എന്ന് വെച്ചാൽ എന്താണ് കോവേറൻറ്റ് എന്ന് പറയുന്ന മീനിങ് എന്താ വരുന്നത്? അധികാരം എന്നാണ് അല്ലേ. അല്ലെങ്കിൽ ആരെ അധികാരപ്പെടുത്തി എന്നാണ് വരുന്നത് അല്ലേ. അപ്പം എന്തായത് അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ടാണ് കോവേറൻറ്റോ എന്ന് വെച്ചാൽ അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോവേറൻറ്റോ. അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോവേറൻറ്റോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹേബിയസ് കോർപ്പസ്? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടും കൂടിയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ വിട്ടുകിട്ടാനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ 5 എണ്ണമാണുള്ളത്. എല്ലാതും ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. 5 എണ്ണമാണുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നയാളെ വിട്ടുകിട്ടാനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് വെച്ചാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ പൊതുമേഖലാ സ്ഥാപനത്തിനോടോ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി കോവേറൻറ്റോ എന്ന് വെച്ചാൽ എന്താണ്? അധികാരം അല്ലെങ്കിൽ ആരധികാരപ്പെടുത്തി അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോവേറൻറ്റോ. ഇനി പ്രൊഹിബിഷനും കൂടിയുണ്ട് അല്ലേ. ഇവിടെ സെർഷ്യോറി പറഞ്ഞു കീഴ്ക്കോടതിയിൽ നിന്നും ഫയലുകൾ പുനഃപരിശോധനയ്ക്കായിട്ട് മേൽക്കോടതിയിലേക്ക് അയക്കാം അല്ലേ. അപ്പോൾ എന്താണ് പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ടാണ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കീഴ്ക്കോടതികൾ അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 5 റിട്ടുകൾ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? നമുക്കറിയാം വകുപ്പ് 19 എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. 19 മുതൽ 22 വരെ എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ വകുപ്പ് 19 ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച്. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. നാം പറഞ്ഞില്ലേ 19A എന്ന് പറയുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു അല്ലേ. അതിലെന്ത് വരാം? സംസാര സ്വാതന്ത്ര്യം വരാം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യമൊക്കെ ഇതിലെ വരുന്നത് 19A വരുന്നത്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ശരിയാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? 19B ആണോ C ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു? C, സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 19B സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ബിയിലാണോ? ഇനി നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതേതാ വരുന്നത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ഇതാണ് 14 വരുന്നത് അല്ലേ. 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ് ആർട്ടിക്കിൾ 14. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഏതാ വരിക? D അല്ലേ വരുന്നത്. അപ്പോൾ D ആണ് അല്ലേ. 19D എന്ത് വരുന്നത്? സ്വതന്ത്രമായി സഞ്ചരിക്കുക വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നോക്കിയാലോ. എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ്? സംസാര സ്വാതന്ത്ര്യം.
ബി ആണെങ്കിൽ സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സി ആണെങ്കിൽ എന്താണ് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഡി എന്ന് വെച്ചാൽ എന്താണ് ഡ്രൈവിലെ അതായത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇരിക്കുക എന്നൊക്കെ ആലോചിച്ചാൽ മതി അല്ലേ ജസ്റ്റ് ഓക്കെ. അപ്പോൾ 19 ഇ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഈ കഴിഞ്ഞു. പിന്നെ ഏതാ വരുന്നത് ജി വരുന്നില്ലേ ഈ എഫ് ജി അല്ലേ ജി വരുന്നുണ്ട് അല്ലേ. ജി എന്ന് വെച്ചാൽ എന്താ ജോലി മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ് ജിയിലാണ്. ജി എന്ന് വെച്ചാൽ എന്താണ് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 അല്ലേ നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 19 വന്നിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 19 പറയുന്നത്? ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19 അതിൽ ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 5 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 5 പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 3 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 3 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 3 പാർട്ട് 3 ആണെങ്കിൽ മൗലിക അവകാശങ്ങളായിരുന്നു അല്ലേ. ആർട്ടിക്കിൾ 2-ലും 3-ലായിട്ട് പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നിർണയത്തെ കുറിച്ചിട്ടൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾ 19 നമുക്ക് വന്നു. ഏതാണ്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയണേന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 14 ആണെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതാണ്? അനുച്ഛേദം 226 വരുന്നത്. അനുച്ഛേദം 32 എന്തായിരുന്നു? അനുച്ഛേദം 32 ഒന്ന് ആലോചിച്ച് നോക്കി. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇനി ആർട്ടിക്കിൾ 32 എന്താ കൊണ്ട് പറയുന്നുണ്ട്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഇതാണ് ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത് ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് അനുച്ഛേദം 24, 23, 24 എന്താ വരുന്നത്? ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. 23 ആണെങ്കിൽ എന്തായിരുന്നു? അടിമത്തം നിരോധിക്കുന്ന വകുപ്പായിരുന്നു അല്ലേ, നിർബന്ധിത ജോലി തടയുക. 24 ആണെങ്കിൽ എന്താണ്? ബാലവേല അല്ലേ, ബാലവേല നിരോധനത്തെക്കുറിച്ചാണ് പറയുന്നത് അനുച്ഛേദം 24. ഇനി അനുച്ഛേദം 17 എന്താ പറയുന്നത്? അയിത്ത നിർമ്മാർജ്ജനം. എന്താണ്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അനുച്ഛേദം 17. ഇനി അനുച്ഛേദം 22 എന്താ പറഞ്ഞത്? അനുച്ഛേദം 22 എന്താ പറഞ്ഞത്? കരുതൽ തടങ്കലിനെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. അനുച്ഛേദം 22 പറഞ്ഞത് എന്തായിരുന്നു? അനുച്ഛേദം 22 പറഞ്ഞെന്തായിരുന്നു? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു അനുച്ഛേദം 22. അപ്പോൾ നമുക്ക് എല്ലാ ആർട്ടിക്കിളും കിട്ടിയില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? എന്താണ് കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്ന റിട്ട്? അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ പൊതുമേഖലാ സ്ഥാപനത്തിനോടോ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണെന്ന് പറയുന്നത് മാൻഡാമസ് എന്ന് പറയുന്നത് അല്ലേ. മാൻഡാമസ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, മാൻഡാമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് നമ്മൾ പറഞ്ഞു അല്ലേ, കോടതിയെ സമീപിക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയാണ്. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 21 വകുപ്പിലാണോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്? 21 എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെക്കുറിച്ചല്ലേ പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പാണെന്നും കമൻറ്റ് ചെയ്യണേ. കുറേ നേരമായാലും നമ്മൾ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് വകുപ്പാണെന്നുള്ളതും അതിൻ്റെ പാർട്ട് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സബ് പാർട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്ന ഏതാണ്? 2ഉം 3ഉം ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നമ്മൾ പറഞ്ഞു തെറ്റാണെന്ന്. കാരണം എന്താണ്? ആർട്ടിക്കിൾ 358 അനുസരിച്ചാണ് 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 359 ആണ്. അവിടെ നമുക്ക് 352 എന്നാണ് തന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ് വരുന്നത്? 359 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഏതാണ്? നാം പറഞ്ഞു നാം കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഏതായിരുന്നു? ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. മെൻഡാമസ് നാം കൽപ്പിക്കുന്നു. അപ്പോൾ മെൻഡാമസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. എന്നാലും ഹേബിയസ് കോർപ്പസും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. മെൻഡാമസ് എന്ന് വെച്ചാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ കൽപ്പിക്കുക എന്നർത്ഥം വരുന്ന ഇതാണ്. ഓപ്ഷൻ സി ആണ്, മെൻഡാമസ് ആണ്. ഇനി നോക്കി ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് അർത്ഥം വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് മീനിങ് വരുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷകൻ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നയാളെ വിട്ടുകിട്ടാനുള്ള റിട്ടും കൂടിയാണ് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? കീഴ്ക്കോടതി അതിൻ്റെ പരിധി ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടയുന്നതിനുള്ള റിട്ടാണ്. അതായത് ഈ പ്രൊഹിബിഷൻ്റെ മീനിങ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കോടതി ടു കോടതിയാണ് വരുന്നത്. അപ്പം മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ തടയുക എന്നല്ല അർത്ഥം വരുന്നത്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? തടയുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. തടയുക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി മെൻഡാമസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൽപ്പന എന്നാണ് പറഞ്ഞു അല്ലേ. കൽപ്പന എന്നാണ് പറഞ്ഞു. ഇനി കോവേറൻ്റ് എന്ന് വെച്ചാൽ എന്താധികാരം. ഓക്കെ, എന്താണ്? ബൈ വാട്ട് അതോറിറ്റി, ആര് അധികാരപ്പെടുത്തി അല്ലെങ്കിൽ എന്ത് അധികാരം എന്നൊക്കെ ചോദിക്കുന്നതാണ് കോവേറൻ്റോ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെർഷ്യോററി എന്ന് വെച്ചാൽ എന്താണ്? സെർഷ്യോററി എന്ന് വെച്ചാൽ സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, സെർഷ്യോററി എന്ന് വെച്ചാൽ എന്താണ്? ടു ബി ഇൻഫോംഡ് അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. മെൻഡാമസ് എന്ന് വെച്ചാൽ എന്താണ്? കൽപ്പന. കോവേറൻ്റോ എന്ന് വെച്ചാൽ എന്താണ്? ആരധികാരപ്പെടുത്തി. പ്രൊഹിബിഷൻ എന്താണ്? ടു ഫർബിഡ്, അതായത് തടയുക. സെർഷ്യോററി എന്ന് വെച്ചാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതായിരുന്നു? അനുച്ഛേദം 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ മൗലിക അവകാശമാണെന്ന് പറയുന്നത്. ഇനി അനുച്ഛേദം 20 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണമാണ് അല്ലേ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അനുച്ഛേദം 20 എന്ന് വെച്ചാൽ എന്താണ്? കുറ്റങ്ങൾക്കുള്ള. നെക്സ്റ്റ് അനുച്ഛേദം 21 എന്താ പറയുന്നത്? 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 21. ഇനി അനുച്ഛേദം 21 നമ്മൾ പറഞ്ഞു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസ മൗലിക അവകാശമാണ്. അനുച്ഛേദം 22 എന്ന് വെച്ചാൽ എന്തായിരുന്നു? അനുച്ഛേദം 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണമാണ്. ഇതിൽ 21 ഏതാ നമ്മൾ പറഞ്ഞു? 20, 21 പറഞ്ഞില്ലേ? 22 ഓക്കെ, ക്ലിയർ ആയില്ല. 19 എന്ന് വെച്ചാൽ എന്തായിരുന്നു? 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഒന്ന് പറഞ്ഞു നോക്കി. ഏതായിരിക്കും അനുച്ഛേദം? ഏതായിരിക്കും വരുന്നുണ്ടായിരിക്കുക? അനുച്ഛേദം 21 ആണല്ലേ. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ അനുച്ഛേദം 22 തന്നിട്ടുണ്ടല്ലോ. അനുച്ഛേദം 22 എന്ന് വെച്ചാൽ എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം.
അനുച്ഛേദം 22 എന്താണെന്ന് പറഞ്ഞു? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം അല്ലേ. ഇനി അനുച്ഛേദം 23 എന്താണ്? നിർബന്ധിത ജോലി തടയുക അല്ലെങ്കിൽ അടിമത്തം നിരോധിക്കുന്ന വകുപ്പാണ് 23. 24 ആണെങ്കിൽ എന്താണ്? ബാലവേല നിരോധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം. ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ഇതിലാണ്. ആർട്ടിക്കിൾ 300A തന്നിട്ടുണ്ട്. 21A, വകുപ്പ് 24, വകുപ്പ് 16. ഇതാണ് ബാലവേല നിരോധനം, വകുപ്പ് 24. പിന്നെ സ്വത്തവകാശമാണെങ്കിലോ 300A അല്ലേ. അവസര സമത്താണെങ്കിലോ വകുപ്പ് 16. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് 21A. അപ്പോൾ ഏതാ വരുന്നത്? ആൻസർ നോക്കി ഏതാ വരിക? 1C 2A അല്ലേ. 1C 2A 3D അല്ലേ വരുന്നത്? 3D 4B. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ നമുക്ക് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം തന്നിട്ടുണ്ട്. വകുപ്പ് 226 എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ് അല്ലേ, അത് ശരിയാണ്. നമുക്കിനി നെക്സ്റ്റ് PYQ ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർഷ്യോറി. നാം പറഞ്ഞു റിട്ടുകളെല്ലാം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും തുല്യ അധികാരമാണുള്ളത് അല്ലേ. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ 5 റിട്ടുകളും പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആൻസർ വരുന്നത് ഇതാണ്, ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി ഇതാണ്. 44-ാം ഭേദഗതിയാണ്. നമ്മൾ പറഞ്ഞ കാരണം വീണ്ടും പറഞ്ഞെന്ന് മാത്രം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും. അപ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നു. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നത് ശരിയാണ്. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും എന്ന് പറയുന്നു. ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ, ശരിയാണ്. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും, അതും ശരിയാണ്. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്ക് ലഭിക്കും അല്ലേ. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്ക് ലഭിക്കും, അതും ശരിയാണ്. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ D ആണ്. 1, 2, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ച് വെച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ, ചിലത് വിദേശ പൗരന്മാർക്ക് ലഭിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുമോ? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 15, 16, 19, 29, 30. ചിലത് ഇത് പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. പക്ഷേ ഈ 14, 20 ബാക്കി ഒഴികെയുള്ള ബാക്കി ഈ 14, 20, 21, 21A, പിന്നെ ഇതാണ് 22, 23, 24, 25 ഇതൊഴികെയുള്ള മൗലിക അവകാശങ്ങളുണ്ടല്ലോ, അതൊക്കെ വിദേശ പൗരന്മാർക്കും ഇതര പൗരന്മാർക്കും ലഭിക്കും. അപ്പം ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? 15, 16, 19, 29, 30 അപ്പോൾ അത് ഏതൊക്കെ ആർട്ടിക്കിളാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. 15 എഴുതിയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്. ആൻസർ ഓപ്ഷൻ B ആണ്, ആർട്ടിക്കിൾ 358. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ന്യായവാദർഹമാണ്, ശരിയാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതും ശരിയാണ് അല്ലേ. സ്വത്തവകാശം മൗലിക അവകാശമാണോ? അല്ല, മൗലിക അവകാശമല്ല, അതും ശരിയാണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏത് ആർട്ടിക്കിളായിരുന്നു? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് വരാത്തത്? സ്വത്തവകാശമാണ് അല്ലേ. സ്വത്തവകാശം മാറ്റി എന്ന് പറഞ്ഞു അല്ലേ. 1928 44 ഭേദഗതി പ്രകാരം പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റി. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 29, 30 ആണ് അല്ലേ. 29, 30. ഇനി സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിയമത്തിന് മുമ്പിലുള്ള തുല്യതയ്ക്ക് വേണ്ടി അനുച്ഛേദം 14. അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെ. അനുച്ഛേദം 16 അവസര സമത്വ നിഷേധത്തിനെതിരെ. അനുച്ഛേദം 17 അയിത്താചാരണത്തിനെതിരെ. നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അത് ഇതിലേതിനാണെന്നും ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതിലായിരുന്നു? ആർട്ടിക്കിൾ 32 പറയുന്നത് അല്ലേ. ഇനി ചൂഷണത്തിനെതിരായ അവകാശം ഏതായിരുന്നു? ആർട്ടിക്കിൾ 23 24 പറയുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇതിലാണ് വരുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളിലാണ്. ഏതാണ്? 19A അല്ലേ. 19A അല്ലേ. അപ്പോൾ അതാ വരുന്നത് 19 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 19A അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 44 ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ഏതാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ്? ഏതാണ്? അമേരിക്കയാണ് അല്ലേ. അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്കയാണ്. നിയമവാഴ്ചയാണെങ്കിലോ നിയമത്തിന് മുമ്പിലുള്ള സമത്വമാണെങ്കിലും ഏതായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു അല്ലേ. ബ്രിട്ടൻ ആയിരുന്നു. ഓക്കെ. ആർട്ടിക്കിൾ 20 അവകാശം പോലുള്ള ചില കാര്യങ്ങളിൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. എക്സ് പോസ്റ്റ് ഫാക്ടോ നിയമങ്ങൾ, ഡബിൾ ജിയോപാഡി, പ്രിവെൻറ്റീവ് തടങ്കൽ, സ്വയം കുറ്റപ്പെടുത്തൽ. ഇത് എക്സൈസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ അതാണ് കുറച്ച് ടഫായിട്ട് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. അതായത് എക്സ് പോസ്റ്റ് ഫാക്ടോ നിയമങ്ങൾ, പ്രിവെൻറ്റീവ് തടങ്കൽ, സ്വയം കുറ്റപ്പെടുത്തൽ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി മൗലിക അവകാശങ്ങളിൽ നിന്നും കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രയും റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇത്രയും ടഫുള്ള എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി വേറൊരു ക്ലാസ് ചെയ്യാം മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് നമുക്കിനി എപ്പോഴെങ്കിലും നമുക്കിനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ട് ഇനി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ചെയ്തു തരാം. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും സബ്ജക്റ്റ് വൈസ് ആയിട്ട് PVQ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനിടയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 2026 അതായത് ഈ അടുത്ത് നടന്ന എക്സാമുകളുടെ പരീക്ഷകളും അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിലോട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് 2019 വരെയുള്ളെങ്കിലും നമുക്ക് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. അത് വരെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം കേട്ടോ.